ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പ്രോഡക്റ്റ് റിവ്യൂ അല്ല, കുറച്ച് പ്രോഡക്റ്റിന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ആദ്യം എൻ്റെ കയ്യിൽ ഈ 3 പ്രോഡക്റ്റ്സാണ്. ഓക്കെ, 3 പ്രോഡക്റ്റ്സിനെ പറ്റി ഞാൻ പറയാം. ഫസ്റ്റ് പെട്ടെന്ന് ഞാൻ പറയാം. ഈ ഒരു പ്രോഡക്റ്റിൽ എന്താ എനിക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രോജനയുടെ റെറ്റിനോൾ റിപ്പയർ ആണ്. സോ ഇത് എനിക്കൊരു ഗിഫ്റ്റിംഗ് പർപ്പസിനായിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ബാഡ് ആയിട്ട് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ പർപ്പിളിൽ നിന്ന് കിട്ടിയത്. പർപ്പിളിൽ നിന്ന് എനിക്ക് വന്ന പാക്കിംഗ് ആണ് ഭയങ്കര ബോറായിരുന്നു, ഭയങ്കര പൊടി പിടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഞാൻ അവരുടെ ഒരു റീഫണ്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു റീഫണ്ട് തരാൻ പറ്റത്തില്ല, ഇമേജ് അങ്ങനെ വാല്യൂ ഞാൻ കൊടുത്ത ഇമേജ് എന്തോ അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നാൽ റീപ്ലേസ്മെൻറ്റ് തരാൻ പറ്റില്ല, കാരണം ഞാൻ എൻ്റെ പർപ്പിൾ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഇതേപോലെ വാങ്ങിച്ചു കൊടുത്തത് ചെയ്തിട്ടുണ്ട്. പറ്റും ഞാൻ ഇതുവരെയും എൻ്റെ പർപ്പിൾ അക്കൗണ്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ട് റിട്ടേൺ ചെയ്തിട്ടില്ല, അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഐ ഹാവ് ദ പ്രോസസ്. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു ഓക്കെ, എന്നാൽ ഞങ്ങളൊരു കോൾ ബാക്ക് അറേഞ്ച് ചെയ്യാം, ഒരു 24 hours കഴിഞ്ഞു, 48 hours കഴിഞ്ഞു, 72 hours കഴിഞ്ഞു, ഞാൻ വിളിച്ചിട്ടില്ല. സോ വെരി ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് പർപ്പിൾ ഉണ്ടായത് ഓൺലൈൻ. സോ ഇനി എന്തായാലും പർപ്പിൾ ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നില്ല. എനിക്ക് നമ്മുടെ ട്രസ്റ്റാണ് അത്രയും. ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അത് യൂസ് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ അത്ര വൃത്തിയാണ് ഇവിടെ ഇങ്ങനെ ഒലിച്ച് ഇവിടെ പൊടിയുടെ ഐ ഹാവ് ചതച്ചിട്ട് ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഫസ്റ്റ്. ഇതിലുണ്ട് ഈ പ്രോഡക്റ്റ് വേറെ പ്രശ്നമില്ല, നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരു ഗിഫ്റ്റിംഗ് പർപ്പസ് ആയിട്ട് എന്തായാലും യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ യൂസ് ചെയ്തേക്കാം. പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായി, നമ്മുടെ ഫേസ് സ്കാനഡയുടെ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഒരുപാട് ഇൻഫ്ലുവൻസസ് ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി എന്തായാലും സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ തറയിൽ വീട് പൊട്ടി യൂസായി അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോറി. അപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ്. എനിക്കറിയത്തില്ല ഇത് ഏത് ഷെയ്ഡാണോ എന്തോ, ഷെയ്ഡൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല തോന്നുന്നു. ഈ സാധനം ഇത് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത് എൻ്റെ ഞാൻ വീഡിയോസിൽ കണ്ടത് ഇങ്ങനെ ട്രാൻസ്ഫർ പ്രൂഫാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഈ സംഭവം ഞാനിപ്പോൾ ലിപ്പിൽ അപ്ലൈ ചെയ്ത് എനിക്കെന്തോ താല്പര്യമില്ല. ഇത് ഈ ഒരു കളറാണ്. ഇത് എനിക്ക് തോന്നിയിട്ടില്ല ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ലെന്ന്. ചെയ്ത് ഞാൻ എപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഇത് നല്ല രീതിയിൽ ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ ഉണങ്ങി ഇപ്പോൾ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ഉണങ്ങിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി എൻ്റെ ലിപ്സിൻ്റെ പ്രശ്നമാണോ എനിക്കറിയത്തില്ല, പക്ഷേ നല്ല രീതിയിൽ എൻ്റെ കേസിൽ ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ലിപ്സിന് ഇത് അപ്ലൈ ചെയ്യാനേ ഞാൻ പറയത്തില്ല, കാരണം ഭയങ്കരമായിട്ട് ഇപ്പോൾ എൻ്റെ അത്ര ഡ്രൈ ലിപ്സ് ഒന്നും ഇപ്പോൾ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ ഭയങ്കര ഡ്രൈ ലിപ്സ് ഒന്നുമല്ല, പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻ്റെ ലിപ്സ് ഡ്രൈ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ കുറേ യൂസ് ചെയ്തതാണ്. നമ്മുടെ ഹൈഫൻ്റെ ഈ ഒരു എന്താ പറയുക വൈറ്റമിൻ പെപ്റ്റൈഡ് ലിപ് ബാം ഞാൻ എന്തുകൊണ്ടും കുറച്ചുകൂടെ നല്ലതാണ്. ഇത് എനിക്ക് അപ്ലൈ ചെയ്താൽ ഞാൻ മിക്ക ദിവസം മോർണിംഗ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഇങ്ങനെ ഈ ഒരു കളറാണ്. അപ്പം ഞാൻ കുറച്ച്, കാരണം എൻ്റെ അപ്പർ ലിപ്പും ലോവർ ലിപ്പും കളർ ഡിഫറൻസ് ആണ്. ഇത് ലിപ് ബാമാണ്, ട്രാൻസ്ഫർ ആവും അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, ട്രാൻസ്ഫർ ആവും. പക്ഷേ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്, കുറേ നേരം ലിപ്പിൽ അത് നിൽക്കുന്ന പോലെ തോന്നും. എനിക്ക് ഈ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ചെറിയൊരു ടിൻറ്റ്, ചിലപ്പോൾ എനിക്കൊന്നും നല്ല പിങ്കിഷ് ആയിട്ടുള്ള ലിപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടിൻറ്റ് തരും. പിന്നെ ഡാർക്ക് ലിപ്സ് ആണെങ്കിൽ അത് നല്ല നറിഷായിട്ട് തോന്നുന്ന ഒരു പ്ലംബിംഗ് എഫക്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ 3 പ്രോഡക്റ്റിന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒന്ന് പ്രോഡക്റ്റിൻ്റെ പ്രശ്നമല്ല. ഓക്കെ, ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നല്ല രീതിയിൽ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയി. ഓക്കെ, നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിങ്ങനെ എന്നിട്ട് നമ്മളിപ്പോൾ ഇവരെല്ലാവരും കാണിക്കുന്ന കിസ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ കിസ് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ കിസ് ചെയ്ത് നോക്കിയ പ്രശ്നമില്ല. പക്ഷേ ഇത് ഞാനൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോഴായിരിക്കും മൊത്തം ഇങ്ങനെ വരുന്നത്. നല്ല രീതിയിൽ അത് ട്രാൻസ്ഫർ ആവും ഗൈസ്. അപ്പോൾ ഇത് നല്ലൊരു ഒട്ടലുണ്ട്. ഇത് ഞാനിങ്ങനെ ടച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഇപ്പോൾ ഇതിന് മേലെ ഞാൻ ലിപ് ബാം അപ്ലൈ ആണെങ്കിൽ ഇപ്പം നമുക്ക് ഈ ലിപ് ബാം തന്നെ അപ്ലൈ ചെയ്യാം. ഇതിന് മേലെ ഞാൻ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്യാം. ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ടോ നോക്കാം. ലിപ് ബാം അപ്ലൈ ചെയ്തു, ഓഫ് കോഴ്സ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്.